E20 പെട്രോൾ മൈലേജിന്റെ കാര്യത്തിൽ മന്ത്രാലയങ്ങൾ നൽകിയ കണക്കുകളിൽ ഭിന്നത. കേന്ദ്ര ഗതാഗത മന്ത്രാലയവും പെട്രോളിയം മന്ത്രാലയവുമാണ് പാർലമെന്റിൽ വ്യത്യസ്ത കണക്കുകൾ നൽകിയത്. എഥനോൾ നിർമ്മാണശാലകൾക്ക് FCI അരി വിറ്റത് സംഭരണ ചെലവിലും കുറഞ്ഞ വിലയ്ക്കെന്ന് കേന്ദ്രം പാർലമെന്റിൽ അറിയിച്ചു. E20ക്ക് പിന്നിൽ വൻ അഴിമതി എന്നാണ് പ്രതിപക്ഷ ആരോപണം. E20 പെട്രോൾ വിവാദം കൊഴുക്കുന്നതിനിടെ കേന്ദ്ര സർക്കാരിന്റെ തന്നെ പല കണക്കുകളിലും വ്യക്തതയില്ല. വാഹനങ്ങളുടെ ഇന്ധനക്ഷമതയുമായി ബന്ധപ്പെട്ടാണ് വിവിധ മന്ത്രാലയങ്ങൾ വ്യത്യസ്ത കണക്കുകൾ പുറത്തുവിട്ടത്. കേന്ദ്ര ഗതാഗത മന്ത്രാലയം നൽകിയ കണക്ക് പ്രകാരം ഇന്ധനക്ഷമതയിൽ 2% മുതൽ 6% വരെ കുറവുണ്ടായേക്കാം എന്നാണ് പറയുന്നത്. എന്നാൽ പെട്രോളിയം മന്ത്രാലയം 3 മുതൽ 5% വരെ കുറയും എന്ന് വാദിക്കുന്നു. എഥനോൾ പ്ലാന്റുകൾക്ക് ക്വിന്റലിന് 2250 മുതൽ 2320 രൂപയ്ക്ക് വരെയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അരി നൽകിയതെന്ന് കേന്ദ്രം രാജ്യസഭയെ അറിയിച്ചു. സംഭരിച്ചതിലും 40% കുറഞ്ഞ നിരക്കാണിത്. E20 പെട്രോളിൽ വലിയ അഴിമതി നടക്കുന്നു എന്ന് ജോൺ ബ്രിട്ടാസ് MP ആരോപിച്ചു. ഇത് വലിയ തട്ടിപ്പുണ്ട്. ഇത് ചെറുതല്ല. നമ്മുടെ വാഹന ഉടമകളോട് ചെയ്തിട്ടുള്ള ചതി, വലിയ കൊള്ളലാഭം നേടുന്ന സ്വകാര്യ കമ്പനികൾ മന്ത്രിമാരുടെ ഒത്താശയോടെ പാവപ്പെട്ട ജനങ്ങളുടെ അന്നം മുടക്കുന്ന, അവരുടെ വയറ്റത്തടിക്കുന്ന തീരുമാനം. E20 വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പൊതുചർച്ച നാളെ നടക്കും. E20ക്ക് എതിരെ ടീം ഭാരത് സ്ഥാപകൻ തഹസീൻ പൂനാവാല നടത്താനിരുന്ന വാഹന റാലി ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചതോടെ മാറ്റി. റിപ്പോർട്ടർ, ദില്ലി.